ശശി തരൂർ ഏറെക്കുറെ ബി ജെ പിയിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇപ്പോൾ CSI സഭയൊക്കെ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ക്രിസംഖികളെയും എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഇത്തരത്തിൽ BJP പിടിക്കാം, അല്ലെങ്കിൽ BJPക്ക് സീറ്റുകൾ നേടാമെന്നുള്ള ഒരു ലക്ഷ്യമാണ് അതിന് പിന്നിലുള്ളത്. രാജീവ് ചന്ദ്രസേനാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. എന്താണ് സംഭവങ്ങൾ? ഇന്നിപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോൺഗ്രസിന് നഗരം പാലിക്കുന്ന ശശി തരൂരിന് വേദി ഒരുക്കുന്ന ക്രൈസ്തവ സഭകളുടെ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കത്തോലിക്ക സഭയിലെ പാലാ രൂപതയും CSI മധ്യ കേരള ഇടവകയുമാണ് തരൂരിന് ഇന്നലെ വേദി നൽകിയത്. ഇന്ന് പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ തരൂർ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഏറ്റവും CSI മധ്യ കേരള സഭയുടെ മഹാ ഇടവക ദിനാഘോഷം തരൂരാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. 2 സഭാ സ്ഥാപനങ്ങളിലെയും പരിപാടികളിൽ ഇന്നലെ തരൂർ പങ്കെടുത്തിരുന്നു. ഏറെക്കാലത്തിന് ശേഷം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ശശി തരൂരും പാലാ രൂപതയുടെ വേദിയിൽ ഇന്ന് ഒരുമിച്ചെത്തും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. തരൂർ ഇന്ന് കോൺഗ്രസിന് എത്രത്തോളം അഭിമതനാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്ന അനഭിമതൻ ആണെന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. അതിനൊപ്പം അതിന് കാരണം തുടർച്ചയായിട്ടുള്ള മോദി സ്തുതികളിലൂടെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന പലവിധ നിലപാടുകൾ പ്രശംസിച്ചും മറ്റും അങ്ങനെ കോൺഗ്രസിൽ നിന്ന് അകന്നകന്നു പോകുന്ന ഒരു നേതാവായി തരൂർ മാറുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ തൻ്റെതായ ഒരു സ്പേസ് കൂടെ തരൂർ സൃഷ്ടിക്കുന്നത്. ആ സ്പേസ് പണ്ടേ തരൂരിന് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ കോൺഗ്രസ് വിട്ട് തരൂർ പോവുക എന്നുള്ളത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളതും ഒരു വലിയ ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. അത് തരൂർ വളരെ കൃത്യമായിട്ട് ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് തരൂരിൻ്റെ ഇപ്പോഴത്തെ നിലപാടിനെ ഈ ക്രിസ്ത്യൻ സഭകൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നും നമ്മൾ ഇതിൽ നിന്ന് ഒരു അല്ലെങ്കിൽ വ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ സഭകൾ ഇതിനെ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെയും ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ വിവിധ രൂപതകൾ ഒരു സമയത്ത് ഏതാണ്ട് ഒരു വർഷം മുൻപ് തരൂരിനെ ഒരു പരിധിവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സഭാ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു നീക്കം തരൂർ നടത്തിയിരുന്നു. അന്നാണ് മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വൈരങ്ങളെല്ലാം മറന്ന് ശശി തരൂരിനെ NSSലേക്ക് വിളിക്കുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനം സന്ദർശിച്ച്, കാഞ്ഞിരപ്പള്ളി ആസ്ഥാനം സന്ദർശിച്ചു, ഓർത്തഡോക്സ് സഭ ആസ്ഥാനം സന്ദർശിച്ചു. അപ്പോൾ അങ്ങനെ ഒരു നീക്കം അന്ന് തരൂർ നടത്തിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് തരൂരിനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഫലത്തിൽ നടത്തിയത് പാലാ രൂപതയായിരുന്നു എന്ന് വേണമെങ്കിലും പറയുകയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തരൂർ ഒരു പ്രതിസന്ധിയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോൺഗ്രസിന്റെ ഒരു വേദി തരൂരിന് കേരളത്തിൽ കിട്ടാനില്ല. അതുമാത്രമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ആരും ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വന്ന ചടങ്ങിലൊന്നും തരൂരിന് ക്ഷണമില്ലായിരുന്നു. പക്ഷെ അതിൽ മറ്റൊന്നും കൂടെ കേൾക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ക്ഷണം ഉണ്ടായിരുന്നെന്നും ശശി തരൂർ വിദേശ യാത്രയിലാണെന്ന് പറഞ്ഞ് അത് ഒഴിഞ്ഞു മാറുകയും ചെയ്തു എന്നും കേൾക്കുന്നുണ്ട്. പല നേതാക്കളും കെ മുരളീധരനെ പോലെയുള്ളവർ അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലെയുള്ളവർ ഒക്കെ പറയുന്നത് തരൂരിനെ ഇതിപ്പോ ശരിക്കും പറഞ്ഞ തരൂരിന് എങ്ങനെയെങ്കിലും അവിടുന്ന് ചാടണം. പക്ഷെ ഇവര് ചവിട്ടി പുറത്താണ്. ഇവരിപ്പോ അയ്യോ അച്ഛാ പോകല്ലേ എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷെ തരൂരിന് പ്രശ്നം ഉണ്ടാക്കി പോകാൻ താല്പര്യമില്ല. കോൺഗ്രസിനും പ്രശ്നം ഉണ്ടാക്കിച്ച് വിടാനും താല്പര്യമില്ല. അപ്പൊ തരൂരിന് ഇപ്പൊ ആകെ ഇവിടെ തങ്ങി നിൽക്കും. കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങയാണ്. അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, തിരുവനന്തപുരം, എറണാകുളം DCCകൾ ഫലത്തിൽ തരൂരിനെ അവഗണിക്കണം അല്ലെങ്കിൽ ബഹിഷ്കരണം നടത്തണമെന്നൊക്കെ ഒരു പരസ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ തന്നെ നടത്തിയിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താനും പിന്നെ കെ മുരളീധരനും പോലുള്ളവർ. പിന്നെ തരൂർ ഫലത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ തരത്തിൽ ക്രൈസ്തവ സഭകൾ അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ജനശ്രദ്ധ നേടുന്ന ഒരു കാര്യമാണ്. വളരെ പ്രസക്തവുമാണ്. കാരണം ഇത് കോട്ടയത്ത് നിന്നാണ് നടക്കുന്നത് എന്നുള്ളതും കൂടെ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. നേരത്തെയും കോട്ടയമായിരുന്നു തരൂരിന്റെ ഒരു നീക്കങ്ങളുടെ ശക്തി കേന്ദ്രമായിട്ട് ഈ സഭകളുടെ എല്ലാ ആസ്ഥാനങ്ങളും ഒക്കെ അവിടെയാണല്ലോ. അതെ, ഇന്നലെ CSI സഭയുടെ മധ്യ കേരള മഹാ ഇടവകയുടെ സമ്മേളനം, ഒപ്പം തന്നെ CMS കോളേജിലെ പരിപാടി, ഗിരിദീപം കൂട്ടായ്മ, ഫാദർ അച്ഛന്മാരുടെ കൂട്ടായ്മ, അതിന്റെ ഭാഗമായിട്ടുള്ള സ്കൂളിലെ പരിപാടികൾ എന്നിവയെല്ലാം നടന്നിരുന്നു. അതിന് പുറമെയാണ് ഇന്ന് പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ ശശി തരൂർ എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ കൗതുകരമായിട്ടുള്ളത്, ഇന്ന് ഏറെ കാലത്ത് ശേഷം സണ്ണി ജോസഫും ശശി തരൂരും വേദി പങ്കിടുന്നു എന്നുള്ളത് കൂടിയാണ്. ഒരു പക്ഷേ പ്രോട്ടോകോളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനായിരിക്കും കുറച്ചും കൂടെ ഒരു പരിധി വരെ സ്ഥാനം ഇവിടെ ലഭിക്കേണ്ടത്. പക്ഷേ ജോർജ് കുര്യൻ 6 മിനിറ്റ് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ശശി തരൂരിന് 10 മിനിറ്റാണ് സംസാരിക്കാനുള്ള സമയം കൊടുത്തിരിക്കുന്നത്. ജോസ് കെ മാണിക്ക് 3 മിനിറ്റും PC ജോർജ് 3 മിനിറ്റ്, മാണി സി കാപ്പനും 3 മിനിറ്റ്, അങ്ങനെയൊക്കെയാണ്. സണ്ണി ജോസഫിന് 3 മിനിറ്റ്. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇവിടെ 10 മിനിറ്റ് ശശി തരൂരിന് അനുവദിച്ചുകൊണ്ട് തരൂർ ഒരു VIP ആയി മാറുന്നു സഭയുടെ പരിപാടികൾ. തീർച്ചയായും ഇതിൽ
ഇത്തരം വേദികൾ തരൂരിനെ വളരെ കാര്യമായിട്ട് സഭ എത്രത്തോളം പരിഗണിക്കുന്നു എന്നുള്ളത് കൂടെ വ്യക്തമാണ്. തരൂരിനേക്കാൾ വലിയൊരു VIP കൊണ്ടുവരാൻ കഴിയാത്ത സഭയൊന്നുമല്ല ഗസ്റ്റായിട്ട്. അപ്പോൾ ഒരുപക്ഷെ സഭ അറിഞ്ഞോ അറിയാതെ ഇവിടെ കൃത്യമായി കോൺഗ്രസിന് ഒരു സന്ദേശം നൽകുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. സമീപകാലത്ത് ക്രിസ്ത്യൻ സഭകൾ കോൺഗ്രസിൽ നിന്ന് എത്രത്തോളം അകന്നു എന്ന് നമുക്കറിയാം. അത് നമുക്ക് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം കാണുമ്പോൾ തന്നെ അറിയാലോ. അവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ ധാരാളം ഉണ്ട്. അവിടെ നിന്നാണ് സുരേഷ് ഗോപി അത്രയും ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. അതെ, തീർച്ചയായിട്ടും. മുന്നണികൾ കേരളത്തിലെ എന്താ പറയുക, പ്രബലരായ 2 മുന്നണികൾക്കെതിരെയും പല അഭിപ്രായങ്ങളും പങ്കുവെച്ച് വൈദികന്മാരടക്കം വൈദിക ശ്രേഷ്ഠന്മാരടക്കം പറയുന്ന പശ്ചാത്തലം ഉണ്ടായി നമ്മൾ കണ്ടു. അവർ തങ്ങളുടെ വേദനകൾ കേൾക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുന്ന ഒരു പശ്ചാത്തലം നമ്മൾ കണ്ടതാണ്. അവിടെയാണ് തരൂർ എന്ന കോൺഗ്രസിനോട് കലഹിച്ച് BJPയോട് ഒരുപക്ഷെ മോദിയോടൊക്കെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരാൾ ഇപ്പോൾ സഭയോട് ചേർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സഭ അദ്ദേഹത്തിനെ ചേർത്ത് പിടിക്കുന്നത് നമ്മളിവിടെ കാണുന്നത്. അതായത് കോൺഗ്രസിൽ നിന്ന് അവഗണന കിട്ടുന്ന 2 ശക്തികളാണ് ഇവിടെ ഒന്നിക്കുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ കൂടെയാണ് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ BJPയുടെ കേരള അധ്യക്ഷനായി, സംസ്ഥാന അധ്യക്ഷനായി വന്നപ്പോൾ BJPയുടെ പുതിയ നിലപാട് എന്തായിരിക്കും, വികസനമായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മുമ്പ് K. സുരേന്ദ്രന്റെ കീഴിൽ BJPയുടെ നിലപാട് എന്തായിരുന്നു, സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാക്കുക, ഇത്തരത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത വർഗീയ ആവശ്യങ്ങളായിരുന്നു. വർഗീയത ആയിരിക്കില്ല ഇനി എന്നുള്ള ഒരു കൃത്യമായ നിലപാട് രാജീവ് ചന്ദ്രശേഖർ എന്ന ടെക്നോക്രാറ്റിന്റെ കീഴിൽ വരുന്ന കേരള BJP മുന്നോട്ട് വച്ചിരുന്നു. അപ്പോൾ അതേ സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ ഈ പറയുന്ന ക്രിസ്ത്യൻ സഭ, അതായത് കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന കോൺഗ്രസിനെ തള്ളിപ്പറയുന്ന തരൂരിനെ ക്രിസ്ത്യൻ സഭ ചേർത്ത് പിടിക്കുന്ന ഈ ഒരു കാഴ്ച കൂടെ നമ്മൾ കാണേണ്ടത്. ഇത്രയധികം വേദികൾ ക്രിസ്ത്യൻ സഭകൾ നൽകുന്നത് കോൺഗ്രസ് പാർട്ടിയെ ചൊടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വളരെ സുനിശ്ചിതമായ കാര്യമാണ്. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട് തരൂരുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ തരൂരുമായി ബന്ധപ്പെടുന്നത് കോൺഗ്രസിന് കൃത്യമായൊരു സന്ദേശം നൽകാനാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ ഉന്നതരായിട്ടുള്ള പല നേതാക്കളെയും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പാലാ രൂപത പോലുള്ള ഒരു രൂപത വിചാരിച്ചാൽ എത്തിക്കാവുന്നതേ ഉള്ളൂ, അത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഈ സമയത്ത് എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചതുപോലെ തരൂർ അവഗണിക്കപ്പെടുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിൽ ഒരു നിലയുണ്ടാകുന്ന സമയത്ത് അവഗണിക്കപ്പെടേണ്ട ആളല്ല തരൂർ എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് ഈ ഒരു പരിപാടിയിലൂടെ സഭ കോൺഗ്രസിനെ അറിയിക്കുന്നത്. അതായത് ഇതിൽ കൂടുതൽ ഇനി ഇതിൽ കൂടുതൽ ഈ ശശി തരൂർ സംസാരിക്കുന്നത് 10 മിനിറ്റാണ്. അതിൽ കൂടുതൽ സംസാരിക്കുന്നത് തട്ടിൽ പിതാവാണ്, അത് 20 മിനിറ്റ്. അതിനുശേഷം സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ സംസാരിക്കുന്ന 15 മിനിറ്റ്. അത് കഴിഞ്ഞ് മറ്റൊരാൾ സംസാരിക്കുന്ന 10 മിനിറ്റാണ്. അത് ശശി തരൂരിനാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും സമയം മറ്റാർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ ശശി തരൂരിന് ലഭിക്കുന്ന പ്രാമുഖ്യം എത്രത്തോളമാണ് എന്നുള്ള കാര്യം കൂടെ ഇവിടെ പ്രസക്തമാണ്. അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ തന്ത്രം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ശശി തരൂരിനെ കൂടെ നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് ഇപ്പോൾ കേന്ദ്രത്തിന്റെ പച്ചക്കൊടിയുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള മറ്റ് വിഭാഗീയ പ്രവർത്തനങ്ങളെല്ലാം നിലച്ച മട്ടാണ്. കാരണം സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനുമായിട്ടുള്ള അടിയൊന്നും ഇപ്പോൾ ഒന്നും കാണാനില്ല. കാരണം ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാകും. അപ്പോൾ അതുകൊണ്ട് ഇനി വരുന്ന കളികൾ അത്തരത്തിലുള്ളതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.